ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് ഓഫീസിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റിന് ജാക്കറ്റും എന്തായിരുന്നാലും ഇടണം. കാരണം ഇപ്പോൾ വിൻ്ററാണ്. ഓഗസ്റ്റ് എൻഡ് വരെ ഇവിടെ വിൻ്ററാണ്. അങ്ങനെ ഞാൻ ഡോറൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ 2 ഡോർ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. നല്ല കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡും മോളും അകത്തുണ്ട്. അവർ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ ഒരു 7:45 ഒക്കെ ആയി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഹായ്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്കെച്ചേഴ്സിൻ്റെ ഷൂസ്. എനിക്ക് നടക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ഇതാണ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ എല്ലാ വെനസ്ഡേയും നമ്മുടെ ഇവിടെ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യും കേട്ടോ. റെഡ് ബിൻ എല്ലാ വെനസ്ഡേ എടുക്കും. യെല്ലോയും ഗ്രീൻ ഓൾട്ടർനേറ്റ് വീക്സിലെടുക്കും. റെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പേപ്പർ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് എല്ലാം അതിൽ പോകും. യെല്ലോ എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യുന്ന വേസ്റ്റാണ്. നമ്മുടെ കാർട്ടൺ ബോക്സസ്, ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ, അതെല്ലാം അതിൻ്റെ അകത്തും പോവും. ഈ വീട് കണ്ടോ, എന്ത് രസമാണ് നോക്കിയേ. ആ ബ്രിക്കിൻ്റെ കളറും ഗ്രീൻ പുല്ലും ഒക്കെ ആയിട്ട് എന്ത് കോൺട്രാസ്റ്റാണ് അല്ലേ. ഒരു ചെറിയൊരു മാൻഡറിൻ മരമുണ്ട്, നിങ്ങൾ കണ്ടായിരുന്നോ? ഇതാണ് ഇവിടുത്തെ ഹോപ്പേഴ്സ് ക്രോസിങ്ങിലുള്ള ഹൈസ്കൂള്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ശാന്തതയൊന്നും നോക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ആ ഗ്രൗണ്ട് നിറച്ച് പിള്ളേരാണ് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഈ സ്കൂള്. ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയൊരു പാർക്ക്, അതിലിങ്ങനെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും ഒരു നല്ല കാര്യമാണ്, ഒരു 10 വീട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പാർക്ക് ഉണ്ടാവും. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. നിറയെ പൂക്കളുള്ളൊരു മരം നോക്കി, എന്ത് രസമാണ്. ഇലയൊന്നും ഇല്ലെങ്കിലും നിറയെ പൂക്കൾ. ഇവിടെ ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ പൂക്കൾ കാണാം നമുക്ക്. നമ്മുടെ നാട്ടിൽ അധികം പൂക്കുന്ന മരങ്ങളില്ല. ചെറിയ ചെറിയ റോസാപ്പൂക്കൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഫുൾ വലിയ മരങ്ങൾ കാണുന്നത് കുറവാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് കുറേ പൂക്കുന്ന മരങ്ങൾ കാണുന്നത്. എനിക്കൊന്ന് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയായിരിക്കും ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുന്നത്. അതാ കേട്ടോ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടി. ഇതിൽ മാനുവൽ പരിപാടി ഒന്നുമില്ല. 2 പേര് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അവർക്ക് ഇറങ്ങേണ്ട ആവശ്യം തന്നെ ഇല്ല. അതിങ്ങനെ നേരെ വന്ന് പൊക്കിയെടുത്ത് ഡംപ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതിപ്പോൾ റെഡ് ബിൻ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. നോക്കിയേ, എന്ത് ഈസി അല്ലേ. അപ്പോൾ നമുക്ക് ആക്ച്വലി വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്ന് ആലോചിച്ച് നമുക്ക് ടെൻഷനേ വേണ്ട. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ വെനസ്ഡേയും വന്ന് കളക്ട് ചെയ്തോളൂ. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത പാർക്ക് എത്തി. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ലൈഡ്, സീസോ, ഊഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവും. അപ്പം മിക്കവാറും പേരൻസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ വൈകിട്ട് പിള്ളേരെ കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിക്കുക, അവിടെ ബെഞ്ചിലിരുന്ന് റെസ്റ്റ് എടുക്കുക. ഇതൊക്കെ നല്ല കാര്യം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് പാർക്കുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. എല്ലാ 10 വീട് കഴിയുമ്പോഴും ഒരു പാർക്ക് ഉണ്ടാവും. അങ്ങനെ ഞാൻ മെയിൻ റോഡിലേക്ക് എത്തി. ഇവിടെ വന്നപ്പോഴത്തേക്കും നിറയെ വണ്ടികളായല്ലോ. അപ്പോൾ ഇത് ഓഫീസ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ പൂക്കുന്ന മരങ്ങളൊന്ന് നോക്കിയേ. ഇതിപ്പോൾ കുറവാണ് ആക്ച്വലി. ചില സ്ഥലത്തൊക്കെ പോയാൽ നിറയെ മരങ്ങളാണ്. ഇതിവിടുത്തെ ഒരു മെയിൻ ക്രിസ്മസ് ട്രീ പോലത്തെ മരമാണ് കേട്ടോ. ഇതിവിടെ വെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ വളർന്ന് പന്തലിക്കും. വേറൊരു നല്ല കാര്യം ഇവിടെ ഇല്ലതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബിന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ റോഡിലൊന്നും വലിച്ചു വാരി ഇടേണ്ട കാര്യമില്ല. അങ്ങനെ ഇടാനും പാടില്ല. അപ്പം നമുക്ക് വൃത്തിയായിട്ട് വെക്കാം. പിന്നെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അതിൽ ഗ്രീൻ ആകുമ്പോൾ ക്രോസ് ചെയ്യാം. അപ്പോൾ വണ്ടി വന്ന് തട്ടുമോ, വണ്ടി നിർത്തി തരുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ ഞാൻ നടന്ന് ഹോപ്പേഴ്സ് ക്രോസിംഗ് സ്റ്റേഷനിലെത്തി. ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ. ഇവിടെ കഴിക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബർഗേഴ്സ്, പിസ്സ, സബ്വേ, ചാക്കോൾ ചിക്കൻ, പിന്നെ കബാബ് ഇവിടുത്തെ മെയിൻ ഐറ്റമാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഈ ഒരു ഷോപ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ സബ്വേയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഒരു ഡെൻ്റൽ ക്ലിനിക്ക് ഉണ്ട്. പിന്നെ ലോണ്ട്രോമാറ്റ് ഉണ്ട്. ലോണ്ട്രോമാറ്റ് എന്ന് പറയുന്നത് ലാമ്പും ചിക്കനും ഒക്കെ കിട്ടുന്ന കടയാണ് കേട്ടോ. എല്ലാം ഉണ്ട്. ലാമ്പും ചിക്കനും മാത്രമല്ല ബീഫും എല്ലാം ഉണ്ട്. ലോണ്ട്രോമാറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ കട. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വാഷിംഗ് മെഷീനും ഡ്രയറും ഇല്ലാത്തവർക്ക് ഇവിടെ വന്ന് വാഷ് ചെയ്യാം. പൈസ കൊടുത്തിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വലിയ ക്വിൽറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വാഷ് ചെയ്യുന്നത്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ.
പിന്നെ ഒരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ അരി, പൊടികൾ, സാധനങ്ങളെല്ലാം കിട്ടും. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ലേ കെബാബ് ഷോപ്പ്. ഇത് കെബാബ് ഇവിടുത്തെ ഒരു മെയിൻ ഫാസ്റ്റ് ഫുഡ് ഐറ്റമാണ്. പിന്നെ ഒരു സലൂണുണ്ട് ഇവിടെ. അത്യാവശ്യം എല്ലാ ഷോപ്സും ഈ ഒരു വരിയിലുണ്ട്. ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടുത്തെ ആളുകളുടെ ഫേവറേറ്റാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ ഒരു ഇന്ത്യൻ അഗൈൻ മിസ്റ്റർ ക്രംബ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ബേക്കറിയാണ്. അവിടെ നമ്മുടെ ചാട്ട് ഐറ്റംസ് എല്ലാം കിട്ടും. ഇത് സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അവിടെ അടുത്ത് നോക്കിയൊരു പാർക്ക് കാണാം, കണ്ടോ? അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്തിട്ട് സ്റ്റെപ്പ് കയറി പോകണം. ഞാൻ സ്റ്റെപ്പ് കയറാൻ സാധ്യതയില്ല, മിക്കവാറും ലിഫ്റ്റ് എടുക്കാറുള്ളൂ. ഇതാണ് മൈക്കി കാർഡ്. ഈ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്, ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും എല്ലാം പോകുന്നത്. അത് നമുക്ക് റീചാർജ് ചെയ്യണം ഇന്ന്. ലിഫ്റ്റ് എല്ലായിടത്തും ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഡിസേബിൾ ആയവർക്കും ഏജ്ഡ് ആയവർക്കും വേണ്ടിയിട്ട് എല്ലായിടത്തും ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൈക്കി ടോപ്പപ്പ്. ഇതിൽ ചുമ്മാ കാർഡ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്തെങ്കിലും വെച്ചിട്ട് എമൗണ്ട് സെലക്ട് ചെയ്ത് അവിടെ പേ ചെയ്യാം, അത്രയേ ഉള്ളൂ. വാളറ്റ് യൂസ് ചെയ്ത് വേണമെങ്കിലും പേ ചെയ്യാം, ഗൂഗിൾ വാളറ്റ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ കാർഡ് ഒരു $30 ടോപ്പപ്പ് ചെയ്തു. ഇവിടെ ടാപ്പ് ചെയ്യണം ട്രെയിനിൽ കയറുന്നതിന് മുന്നേയും ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോഴും. അത് മസ്റ്റാണ്. നമ്മൾ എങ്ങാനും വിട്ടുപോയി അവർ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ കിട്ടും. ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം എൻ്റെ ട്രെയിനിൻ്റെ ടൈമായി, 2 മിനിറ്റിൽ വരും. മോർണിംഗ് ടൈം ആയതുകൊണ്ട് തിരക്കുണ്ട്. ഇതാണ് ഞാൻ പോകുന്ന ട്രെയിന്. സിറ്റിയിലേക്കുള്ള ട്രെയിനാണ്. ഇവിടുന്ന് എക്സാക്ട്ലി 30 മിനിറ്റ്സ് എടുക്കും എൻ്റെ സ്റ്റോപ്പിലെത്താൻ. സദേൺ ക്രോസ് എന്നാണ് സിറ്റീൻ്റെ മെയിൻ സ്ഥലമാണ്. ഞാൻ അധികം വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ആർക്കും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവണ്ട, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സദേൺ ക്രോസ് സ്റ്റേഷനിലെത്തി. ഓൾമോസ്റ്റ് 9 മണിയായി. 9 മണിക്കാണ് ഞാൻ ഓഫീസിലേക്ക് കയറുന്നത്. നമുക്ക് ആ സ്റ്റെപ്പ് കയറി വേണം കേട്ടോ പോകാൻ. ഇന്ന് എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം സ്റ്റെപ്പ് കയറി നമുക്ക് മേലെ പോവാം. മേലെ എത്തിയാൽ വീണ്ടും കാർഡ് ഞാൻ പറഞ്ഞ പോലെ ടാപ്പ് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങാം. ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസിൽ നിന്ന് അത് എമൗണ്ട് ഡിഡക്റ്റ് ആയിക്കോളും. $5.50 അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം. ആ കാണുന്നില്ലേ റെഡ് സ്റ്റാർ മേലെ ഉള്ളത്, അതാണ് എൻ്റെ ഓഫീസ്, നാബിൻ്റെ ഓഫീസ്. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം നടക്കാനൊന്നുമില്ല, നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഞാൻ മുന്നേ ഇതിൻ്റെ അടുത്തായിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്. ഞാൻ ആ ബിൽഡിംഗ് കാണിച്ചു തരാം. ജസ്റ്റ് എനിക്ക് അവിടെ ലാസ്റ്റ് കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അവിടെയായിരുന്നു ഞാൻ മുന്നേ താമസിച്ചത്. അതൊരു അപ്പാർട്ട്മെൻറ്റാണ്, 100 Arbor എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വാക്കേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഓഫീസിലേക്ക്. പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഇപ്പോൾ 2 മാസമേ ആയുള്ളൂ. പക്ഷേ സബർബ്സിൻ്റെ രസമാണ് കേട്ടോ, വലിയ വീടൊക്കെ ആയതുകൊണ്ട് ഒരു രസമുണ്ട്. ഈ വൈൻഡിങ് ഡോറിൽ കൂടെ അകത്ത് കയറിയിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോവാം. 2 പേർക്ക് ഒരു സമയത്ത് കയറാൻ പറ്റും ഈ ഡോറിൻ്റെ അകത്തൂടി. താഴെ ബാങ്കിൻ്റെ ഫ്രണ്ട് ഓഫീസ്, കസ്റ്റമർ ഓഫീസാണ്. നമുക്ക് അക്കൗണ്ട് തുടങ്ങാനും ക്രെഡിറ്റ് കാർഡിൻ്റെ പരിപാടിയും ATMും ഡെപ്പോസിറ്റ് ചെയ്യാനും എല്ലാം അങ്ങോട്ടേക്ക് പോയാൽ മതി. താഴെ 2 കഫേ ഉണ്ട്. കോഫീസ് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ മിനിമൽ ഓപ്ഷൻസ് ആണ് അകത്തുള്ളത്. ഇതാ എൻ്റെ കാർഡ് കേട്ടോ. എനിക്ക് കാർഡ് ഇഷ്ടമില്ല, എന്തൊരു ഫ്ലൂറസിൻ്റെ കളറാണ്, എൻ്റെ മുഖം കാണാൻ കൂടിയില്ല അതിൽ. കോൺട്രാക്ടർ ആയതുകൊണ്ടാണ് ഈ കാർഡ്. ഇവിടുത്തെ പെർമനൻറ്റ് എംപ്ലോയീസിന് നല്ല കാർഡാണ് കേട്ടോ. അപ്പോൾ ഇത് ലിഫ്റ്റ് സെലക്ട് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഫ്ലോർ സെലക്ട് ചെയ്താൽ ഏതാ ലിഫ്റ്റ് എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ 9th ഫ്ലോറിലാണ് സെലക്ട് ചെയ്തു. സി വന്നു. അപ്പോൾ ഞാൻ പോവാണ് കേട്ടോ. ശരി, പിന്നെ കാണാം. ടാറ്റ, ബൈ.